ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ശ്രീ വി എസ് അച്യുതാനന്ദൻ കേരളത്തിൻ്റെ വിപ്ലവ സൂര്യന് വിട നൽകുന്ന ദിവസമാണ്. കറ കളഞ്ഞ രാഷ്ട്രീയത്തിൻ്റെ കരുത്തുറ്റ നേതാവ്, പുന്നപ്ര വയലാർ സമരത്തിൻ്റെ മുന്നണി പോരാളി. അത് സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് പുന്നപ്ര വയലാർ സമരം. മാത്രമല്ല, കൊടിയുടെ നിറം നോക്കാതെ പാവങ്ങളുടെ ആവശ്യങ്ങളിൽ എന്നും കൂടെ നിന്ന ആളാണ് ശ്രീ വി എസ് അച്യുതാനന്ദൻ. ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ രൂപീകരണത്തിന് അഹോരാത്രം പണിയെടുത്ത 32 പ്രമുഖ നേതാക്കളിൽ ഒരാൾ. എത്ര കർമ്മോത്സുകനായിരുന്നു അദ്ദേഹം, അല്ലേ? വാർദ്ധക്യത്തിലും ഫലം കായ്ക്കുന്ന തരത്തിൽ തന്നെ അനേകം യുവജനങ്ങളെ, മുതിർന്നവരെയൊക്കെ രാഷ്ട്രീയത്തിലേക്ക് ആകർഷിച്ച പ്രമുഖ വ്യക്തി. കൂടാതെ സത്യം, ധർമ്മം, നീതി, ധൈര്യം ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ മുതൽകൂട്ടുകളായിരുന്നു. അതുകൊണ്ട് ഇത് നമുക്കെല്ലാവർക്കും മാതൃകയാക്കാവുന്ന വ്യക്തിത്വം. ഇവിടെ ഞാൻ പ്രത്യേകിച്ചൊരു കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നത്, അദ്ദേഹം ഞങ്ങളുടെ PMGയുടെ വീട്ടിൻ്റെ 100 മീറ്റർ മാറി അദ്ദേഹത്തിൻ്റെ മകൻ്റെ ഭവനത്തിലായിരുന്നു അവസാന കാലങ്ങൾ കഴിച്ചു കൂട്ടിയത്. അപ്പോൾ അവിടെ സ്ഥിരം രാഷ്ട്രീയ പ്രവർത്തകർ വരുന്നു, പോലീസ് പ്രൊട്ടക്ഷൻ, അതൊക്കെ ഞങ്ങൾക്ക് സന്തോഷവും അഭിമാനവും. ഞങ്ങൾ പറയായിരുന്നു വി എസ് സഖാവ് ഇവിടെയാണ് താമസിക്കുന്നതെന്നൊക്കെ. അതുപോലെ തന്നെയാണ് ഞങ്ങളുടെ വീടിൻ്റെ 100 മീറ്റർ കിഴക്ക് മാറിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ മൂത്ത മകൾ ഡോക്ടർ ആശ, പ്രശസ്ത യൂറോളജിസ്റ്റ് ഡോക്ടർ തങ്കരാജിൻ്റെ ഭാര്യ. അപ്പോൾ ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, ആ മാമിൻ്റെ ഡീലിങ്സ് നമ്മളിൽ ഒരാളായി, സാധാരണക്കാരായി അതുവഴി നടക്കുക, ഞങ്ങളോടെല്ലാം കുശലാന്വേഷണം നടത്തുക ഒക്കെ ചെയ്യും. അത് ഞങ്ങൾ ആരാധനയോടാണ് നോക്കി നിൽക്കുന്നത്. അതിവിടെ പറയാൻ കാരണമെന്ന് വെച്ചാൽ, ഫലം കൊണ്ട് വൃക്ഷത്തെ തിരിച്ചറിയാമെന്ന് പറഞ്ഞ പോലെയാണ്. ഒരു മുഖ്യമന്ത്രിയുടെ മകളാണ്, അല്ലെങ്കിൽ പ്രമുഖനായൊരു വ്യക്തിയുടെ മകളാണ്, അങ്ങനത്തെ ഉള്ള ആർഭാടങ്ങളൊന്നും കാണിക്കാൻ അത് ഞങ്ങളിൽ ഒരാളായി അവിടെ നടക്കുമ്പോൾ ഞങ്ങൾക്ക് വളരെ അഭിമാനവും ആരാധനയും തോന്നിയിട്ടുണ്ട്. എങ്ങനെയാണ് ശ്രീ അച്യുതാനന്ദൻ സഖാവും ഭാര്യയും മക്കളെ വളർത്തിയത് എന്നുള്ളതിനൊരു മകുടോദാഹരണം. അപ്പോൾ നമ്മൾ പദവിയും ഇതെല്ലാം നമ്മൾ വ്യക്തിത്വത്തെ സ്വാധീനിക്കരുത്, നമ്മളുള്ള മനുഷ്യത്വത്തെ ഹനിക്കരുത് എന്നൊക്കെയുള്ള മാതൃക അവരിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാനാവും. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കേരളത്തിൻ്റെ വിപ്ലവ സൂര്യന് ഇന്ന് നമ്മൾ വിട നൽകുമ്പോൾ ജനലക്ഷങ്ങളോടൊപ്പം ഞങ്ങളും അശ്രുപൂജകൾ അർപ്പിക്കുന്നു. താങ്ക് യു.